മനസ്സിലായി. ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ കാലത്ത് കോമഡി എഴുതാൻ തന്നെ ആളുകൾ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് കോമഡി ഇല്ലാത്തത്. പിന്നെ ഉള്ള കോമഡി ഒന്നും അത്ര ഓർത്തിരിക്കാൻ പറ്റുന്നതോ ലാസ്റ്റ് ചെയ്യുന്നതോ ഒന്നുമേ അല്ല. ഇപ്പൊ നമ്മളിപ്പോ പണ്ട് കോമഡി എന്ന് പറഞ്ഞ് കണ്ട് ചിരിച്ച ജയറാം പടങ്ങളെല്ലാം നമ്മൾ ഇന്ന് കാണുമ്പം അതെല്ലാം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്നുള്ള ബുദ്ധിമുട്ടാണ്. രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്തുള്ളൂ. എല്ലാം പ്രശ്നമാണ്. അത് ദിലീപിന്റെ കുറെ പടങ്ങളുണ്ട്, ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോ ഉം. only very few films that stood a very എന്താ പറയുക held a very timeless space. ഇപ്പം കല്യാണ മന്ത്രം പോലത്തെ പടം, സന്ദേശം പോലത്തെ പടം, അല്ലെങ്കിൽ മേലെപ്പറമ്പിലാണ് വീട്, ഇങ്ങനത്തെ പടത്തിന്റെ അകത്ത് കുറച്ചൊക്കെ സട്ടിലായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിൻ്റെ അകത്തൊന്നും somehow it did not have whatever the people are calling the political. അപ്പം ഇങ്ങനത്തെ ഒരു ചർച്ച വരുന്നോണ്ട് തന്നെ പലരും അത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കോമഡി എഴുതാൻ പേടിക്കുന്നുണ്ട്. നാളെ ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും ചർച്ച ആവുമെന്ന് ഓർത്തിട്ടുണ്ട്.